അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ആ ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം. മന്ത്രിയെ പോലും കാണിക്കാതെ അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ് ശ്രീ ഗോപാലകൃഷ്ണനെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. നിങ്ങൾ ഫയൽ പരിശോധിച്ചാൽ അറിയാം. മിനിസ്റ്ററുടെ അധികാരമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫയൽ ഒരിക്കലും റാറ്റിഫൈ പോലും ചെയ്തിട്ടില്ല. അതുപോലെ പല തീരുമാനങ്ങളും സ്വന്തം ഈ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് പറയുന്നതോ പഠിക്കണം, അത് വായിക്കണം, അത് അറിഞ്ഞ് അതിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഇതൊന്നും അറിയാതെ എന്തും ചെയ്യാമെന്ന് നമ്മൾ സീനിയർ ആണെന്ന് വിചാരിച്ച് ശരിയാവില്ല. നമ്മൾ ജൂനിയർ ആണെങ്കിലും എത്ര ജൂനിയർ ആണെങ്കിലും നമ്മൾ കേൾക്കാനും പഠിക്കാനും ഉള്ള ഒരു മനസ്സ് വേണം. കറക്റ്റ് ആയിട്ടുള്ളത് വേണം. ഡോക്ടർ ജയതിലക് എന്ന് പറയുന്നത് എന്റെ ട്രെയിനിങ് കലക്ടറായിരുന്നു. ഞാൻ എന്റെ സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇദ്ദേഹമാണ് എന്റെ ട്രെയിനിങ് കലക്ടർ. അപ്പൊ എനിക്ക് 18 വർഷമായിട്ട് പരിചയമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇത്രയും വർഷമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സ്വഭാവവും അതിലുള്ള മാറ്റങ്ങളും അദ്ദേഹം വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ ചോദിച്ചാൽ തന്നെ അറിയാം.